അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 180. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി കമാ തുൻതജുൽ ബഹീമത്തു ബഹീമത്തൻ ജംആ ഹൽ തുഹിസ്സൂന ഫീഹാ മിൻ ജദഅ ثم يقول فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഏതൊരു കിടാവും നല്ല സ്വച്ഛമായ ശുദ്ധ പ്രകൃതിയിലാണ് അത് ജനിക്കടെ. പിന്നായിട്ടിക്കട് ആ കിടാവുടെ അബ്ബവുമ്മ ആ കിടാവുടെ ജൂതനാക്കടെ, യഹൂദിയാക്കടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കടെ, അല്ലെങ്കിൽ അഗ്നി ആരാധിക്കടെ, മജൂസിയാക്കടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, കമാ തുൻതിജുൽ ബഹീമത്തു ബഹീമത്തൻ ജംആ, ഒരു മൃഗ നല്ല സർവാംഗ സുന്ദര സൗന്ദര്യമുള്ള സമ്പൂർണമായ മൃഗത്തിന് ജന്മ കൊടുക്കും പോലെ നല്ല ശുദ്ധ പ്രകൃതിയിലുള്ള കിടാവാണ് ജനിക്കടെ. ആ മൃഗത്തെ വർഗത്തില് കാത് മുറിഞ്ഞെങ്കത്ത് ഏതെങ്കിലും നിങ്ങൾ കാണ്ടാറ. ഒരു മൃഗ കുഞ്ഞു വെക്കുമ്പോൾ നല്ല സമ്പൂർണമായ ചന്തത്ത് കിടാവിടെ ജനിപ്പിക്കും പോലെ ഒരു കിടാവ് ഉമ്മളെ വേത്ര പുറത്തു വരുമ്പോ നല്ല ശുദ്ധമായ നല്ല ശുദ്ധിയുള്ള പ്രകൃതിയിലാണ് ആ കിടാവ് ജനിക്കടെ. ഇത് ചെന്നാൽ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആന്റെ ഈ ആയത്തോദിത്ത് ഫിത്രത്തല്ലാഹി അല്ലത്തി ഫതറ അന്നാസ അലൈഹാ ലാ തബ്ദീല ലി ഖൽഖില്ലാഹി ദാലിക ദീനുൽ ഖയ്യിം. അപ്പോ നല്ല സത്യത്തിൽ നിങ്ങൾ നിലകൊള്ളണു, ആ രൂപത്തിൽ നിങ്ങളെ മുഖത്തെ ഇസ്ലാം ധർമ്മത്തിന് നിങ്ങൾ തിരിക്കൊറു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഏതൊരു പ്രകൃതിയിൽ അവನು സൃഷ്ടിച്ചിരാണ് പഠിച്ചിരാണ്. ആ പ്രകൃതി ಅದಕ್ಕೆ അനുസൃതമായ ധർമ്മ പ്രകൃതി ഇസ്ലാം കൂടെ ഫിത്രത്ത് ചൊല്ലു പരിശുദ്ധ ഇസ്ലാം. അപ്പൊ ആ ഇസ്ലാം അതിനെ നിങ്ങൾ സ്വീകരിക്കൊടു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു തബ്ദീലും ബദലാവണയും ബണ്ടില്ല. അതായിട്ടിക്കടെ യഥാർത്ഥ ധർമ്മം ചൊന്നിട്ട് പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് സൂക്ത മഹാനായ അബൂ ഹുറൈറ ഓതുറു. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ടാക്കി ഹദീസ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണായത് മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഏതൊരു കിടാവും ജനിക്കുമ്പോ ഇസ്ലാം സ്വീകരിക്കുള്ള നല്ല പക്വതയുടെ മേലാണ് ആ കിടാവ് ജനിക്കടെ. അപ്പൊ ഏതൊരാളും ഒരു പ്രകൃതി ഇക്കട്, ലോകത്തുള്ള ഏത് സൃഷ്ടിക്കും അതുക്ക് ഉള്ളങ്കത്തെ ഒരു പ്രകൃതി ഇക്കട്. ദുനിയാവുളു ഞങ്ങൾ കാണ്ടെങ്കത്തെ പിന്നെ തന്നി കീല് ഒലുകി പോണ്ടത്, അതുപോലെ ആപ്പിൾ അല്ലെങ്കിൽ മാങ്ങ ഒരു മരത്തെ കീല് ബൂള്ളു. അപ്പൊ ಅದರ പ്രകൃതി അതായിട്ടിക്കട് തന്നി കീലിങ്ങനെ ഒളിച്ചു പോണ്ടു, മേലുള്ളಂಕೆತ್ತ ಫಲ അതിങ്ങനെ കീല് ബോൾഡു. ഇനി ഈ തന്നി ചൂടൈത്തുണ്ടായെങ്കിൽ ಅದರ ಸ್ವಾಧೀನ ಯಾರೈತುಂಟಾയെങ്കിൽ ഒരു നിശ്ചിത ഡിഗ്ರಿಗೆ എത്തുമ്പോ അത് നീരാവിയായിട്ട് മേൽഭാഗത്തേക്ക് പോണ്ടു. ആ സ്വാധീന കൊറടിയാവുമ്പോ അത് ചപ്പായിട്ട് പൂർവ്വസ്ഥിതിക്ക് വന്നിട്ട് കീലേ ബോൾഡു. അതുപോലെ ഒരു ആപ്പിൾ ഞങ്ങ മേൽ ബലിച്ചെറിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധനത്തെ ഞങ്ങ മേൽ ബലിച്ചെറിഞ്ഞെങ്കിൽ ഞങ്ങ എത്ര ശക്തി പ്രയോഗ ആക്കിരാമ അതനുസരിച്ച് അത് മേൽ പോണ്ടു. ആ ശക്തി തീരുമ്പോ അത് കീലേ വന്ന് ബോൾഡു. ഇതായിട്ടിക്കട് തന്നിരെ അതുപോലെ തന്നെ ഞങ്ങളെ കയ്യിലുള്ളങ്കത്തെ ഈ ഫ്രൂട്ട്സിരെ ಅಥವಾ ഭൂമിയുടെ ഗുരുത്വാകർഷണ പരിധിയുടെ ഉൾഗ ഏതൊരു സാധനത്തെയും പ്രകൃതി അതായിട്ടിക്കട്. ഞങ്ങൾ ഏതൊരു ജീവിയുടെ എടുത്തു നോക്കിയെങ്കിൽ ಅದಕ್ಕೆ ഓരോ പ്രകൃതി ഞങ്ങൾക്ക് കാണുക സാധ്യമാവുಡು. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനെ ഓരോ രൂപത്തിലായിട്ടിക്ക് സൃഷ്ടിക്കಡೆ. ഭൂമിയിലുള്ളಂಕೆത്തെ ജീവിങ്ങളെ കൂട്ടത്തിൽ കുറെ ജീവിങ്ങ മാംസ തിന്നರಂಕೆത്തെ ജീവിങ്ങ ഉണ്ട്, ചില ജീവിങ്ങ സസ്യ മാത്ര പിന്നെ വെജിറ്റബിൾ തിന്നರಂಕೆത്തെ ജീവിങ്ങ ഉണ്ട്, ചില ജീവിങ്ങ മിശ്ര ജീവിങ്ങ ഉണ്ട്, രണ്ടും തിന്നರು മാംസ തിന്നറുതുണ്ട്, അതുപോലെ പിന്നെ സസ്യാഹാരി ആയಂಕೆത്തെ ജീവിങ്ങ ഉണ്ട്. സസ്യാഹാരിയായ ജീവിങ്ങ ഒരിക്കലും അത് മാംസ ഇറച്ചി തിന്നുകൊണ്ടല്ലേ, അതുപോലെ അതിലെ വാസന പോലും ಅದಕ್ಕೆ പിന്നെ അനുഭവിക്കുകയാവില്ല. അതേ സമയത്ത് ഇറച്ചി മാത്രം തിന്നರಂಕೆത്തെ ജീവി അത് പട്ടിണി കിടന്നെങ്കും പുല്ല് പോലും തിന്നാലത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ಅದಕ್ಕೆ അങ്ങനത്തെ ഒരു പ്രകൃതി കൊടുത്തറ. അപ്പൊ ജീവികളെ കൂട്ടത്തിൽ ചിലത് തണ്ണീരെ ഉൾഗ ജീവിക്കലಂಕೆത്തതുണ്ട്, ബാക്കി ചിലത് കരൽ ജീവിക്കലಂಕೆത്തതുണ്ട്, കുറെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ പാറകു പക്ഷിങ്ങൾക്ക് മാത്രം തരുന്നേ.
ತನ್ನಿಲ್ ಜೀವಿಕ್ಕಿರಂಕೆತ್ತ ಜೀವಿಂಗ ಜಲಜೀವಿಂಗ ಅದಕ್ಕೆ ಮಾತ್ರಮೇ ತೀರು. ಕರಲ್ ಜೀವಿಕ್ಕಗೂ ಕರಲ್ ഉള്ളಂಕೆത്ത ಜೀವಿಂಗಗೆ ಮಾತ್ರമേ സാധ്യ. ഉഭയജീവിയും ചൊന്നിട്ടുണ്ട്. കരലും ജീവിക്കിട് അത് തണ്ണിലും ജീവിക്കിട് അത് ഉഭയജീവിങ്ങക്ക് മാത്രം സാധ്യ. മൊത്തത്തിൽ ചൊല്ലങ്ക് സൃഷ്ടിജാലത്തെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചെങ്കത്തെ എല്ലാ സൃഷ്ടിക്കും ಅದರേതായ പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തറ. അപ്പൊ സമ്മർദ്ദം എന്തും ആക്കാണ്ട് അതിനെ സ്വതന്ത്രമായിട്ട് വിട്ടെങ്കിൽ ആ പ്രകൃതിക്ക് അനുസാരമായിട്ട് അതിങ്ങനെ സ്വാഭാവികമായിട്ട് അത് ജീവിച്ചോണ്ടും അത് ഇങ്ങനെ നടന്നുകൊണ്ടും ഇക്കിട്. അതുപോലെ ആ രൂപത്തിലാണ് ഊടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഏതുക്കും ഓരോ പ്രകൃതി ഉള്ളതുപോലെ ജനിക്കണങ്കത്തെ കിടാവൂ ഈ ജീവികളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടായങ്കത്തെ ജീവിയായിട്ട് കിട മനുഷ്യ. ഈ മനുഷ്യകും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകൃതി കൊടുത്തുക. ആ പ്രകൃതിയിലാണ് അഥവാ ഇവിടെ ഉദ്ദേശിക്കടെ ഇസ്ലാമും ചെന്നിട്ട് ഉദ്ദേശിക്കുക സൽക്കർമ്മ ആക്കിയിട്ട് നല്ല മതത്തെ സ്വീകരിക്കടെ. ഇസ്ലാമും ചൊന്നെങ്കിൽ അതായിട്ടിക്കട്. ഇസ്ലാമും ചൊന്നെങ്കിൽ പ്രകൃതിയും ചൊന്നിട്ട് പരിശുദ്ധ ഖുർആനെ ചൊന്നൊരു ഫിത്രത്തല്ലാഹിൽ ലത്തി ഫതറന്നാസ അലൈഹ അത് ഇസ്ലാം. അപ്പൊ സത്യവിശ്വാസ ആക്കിയിട്ട് നന്മ പ്രവർത്തിക്കടെ സൽക്കർമാക്കടെ ഇതായിട്ടിക്കടെ ഇസ്ലാമിന്റെ ചുരുക്ക. അപ്പൊ ഈ ഇസ്ലാമും ചൊല്ലത് പ്രകൃതി ധർമ്മമായിട്ടിക്കട്. ആ ധർമ്മത്തെ സ്വീകരിക്കുള്ളങ്കത്തെ അഥവാ ഏകദൈവ വിശ്വാസ സ്വീകരിക്കുള്ളങ്കത്തെ പാകതയിലും പക്വതയിലായിട്ടിക്കട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കിടാവുടെയും സൃഷ്ടിക്കട്. പിന്നെയാണ് സാഹചര്യം അനുസരിച്ച് അവൻ ചേഞ്ച് ആയോണ്ട് പോണ്ട്. ആദ്യത്തെ മനുഷ്യ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചിട്ട് അവസാന പണ്ട് മനുഷ്യന്മാർ തോള പിന്നെ ബദലാവണയില്ലാത്ത ഒരു നിയമമായിട്ട് ദൈവിക നിയമ ഇസ്ലാം. ഈ ഇസ്ലാം സ്വീകരിക്കൂ പിന്നെ ഉള്ളങ്കത്തെ നിർമ്മലമായ പ്രകൃതിയായിട്ടിക്കട് മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. ഈ പ്രകൃതിക്ക് ഇണങ്ങിടങ്കത്തെ ദൈവിക വിശ്വാസമാണ് പരിശുദ്ധമായ ഇസ്ലാമിലുള്ള. അപ്പോൾ അത് സ്വീകരിക്കൂ പക്വത ജനിക്കിടങ്കത്തെ കിടാവ് കൊണ്ടുണ്ട്. അതേ സമയത്ത് അപ്പൊ മനുഷ്യവർഗത്തെ തുടക്കമേ മനുഷ്യ ജനിക്കുമ്പമേ അവന് നല്ലൊരു ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുകയും ചെന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടുണ്ട്. അതേ സമയത്ത് കുറെ ചരിത്രകാരന്മാരെല്ലാം എന്താക്കിയാരെന്ന് ചെന്നെങ്കിൽ മനുഷ്യവർഗത്തെ ആദ്യത്തെ തലമുറ അത് അങ്ങക്ക് എന്തും കൊന്തില്ല, അങ്ങക്ക് എൽതുകും തെരിയലಂತು, അങ്ങക്ക് ഓതുകും തെരിയലಂತು, എന്തും തെരിയാത്തെങ്കിത്തെ മനുഷ്യന്മാരായിട്ടിന്നാറ്. മാത്രമല്ല ജീവിതത്തൊട്ട് പരിണാമമായിട്ടാണ് മനുഷ്യ ഉണ്ടായത്, മൃഗത്തെ തൊട്ട് പരിണാമമായിട്ടാണ് മനുഷ്യ ഉണ്ടായത് ചൊല്ലങ്കിത്തെ ബാലിശമായ വാദം അങ്ങ് വാദിച്ചിട്ട് മനുഷ്യക്ക് എന്തു ഗൗരവവും അങ്ങ് കൊടുത്തില്ല. ആദ്യത്തെ മനുഷ്യ എങ്കിത്തെ ആള് അയാള് പിന്നെ മൃഗത്തെ തൊട്ട് പരിണാമ ബദലാവണായിട്ട് മനുഷ്യ ഉണ്ടായിട്ടും ചെന്നിട്ട് എല്ലാ രൂപത്തിലും കീലാക്കു അങ്ങ് ശ്രമിച്ചാറ്. അങ്ങ് എൽതുകു തരില്ല, ബായ്ക്കു തരില്ല, നിരക്ഷരായിട്ട് മുണ്ടകു പോലും ശരിക്കും തെരിയാല. അങ്ങനത്തെ ഒരു മൃഗതുല്യമായ എങ്കിത്തെ മനുഷ്യന്മാരായിട്ടിന്നാറ് ആദ്യത്തെ മനുഷ്യന്മാരും ചെന്നിട്ടു. ഭൗതിക ശാസ്ത്രത്തെ കുറെ ആൾമാർ പരിചയപ്പെടുത്തുമ്പോ ഇസ്ലാം ആദ്യത്തെ മനുഷ്യ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രകൃതി ശുദ്ധ ആയെങ്കത്തെ എല്ലാം കൊണ്ട് അറിവുള്ളെങ്കത്തെ നല്ല ആളായിട്ട് ചെന്നിട്ടു. പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമായിട്ട് പടിപാട്ടിത്ത് മനുഷ്യക്ക് ആദരവ് കൊടുത്തു. ഈ കുറെ ആൾമാർ എന്തിനു ചെന്നാറ് ചെന്നെങ്കിൽ മൃഗത്തെ പരിണാമമായിട്ട് മനുഷ്യ ഉണ്ടായിട്ട് മാത്രമല്ല ആദ്യം ബഹുദൈവാരാധന ഇന്ന് കാത്തറയും അതുപോലെ ചെടിന്റെയും അതുപോലെ പൊലയുടെ സമുദ്രത്തെ വെളിച്ചത്തെ ചിമ്മയുടെ പാമ്പുടെ ഇങ്ങനത്തെ ഗ്രഹത്തെ നക്ഷത്രത്തെ സൂര്യത്തെ എല്ലാം മനുഷ്യന്മാർ ആദ്യകാലത്ത് ആരാധന ആക്കിക്കൊണ്ടിരുന്നാറ്. പിന്നെയാണ് ഏകദൈവ വിശ്വാസമല്ല ബന്ധനം ചെന്നിട്ട് നേരെ ഉൾട്ട ചരിത്ര അങ്ങ് പ്രഖ്യാപിക്കുമ്പോ പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യക്ക് ഗൗരവം കൊടുത്തിട്ട് ചെന്നുകൊണ്ടുണ്ട്. യൂലദു അലൽ ഫിത്ര ജനിക്കുമ്പോ നല്ല ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കടെ. ആദ്യത്തെ മനുഷ്യ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എല്ലാ വിവരവും ഇന്നെങ്കത്തെ നല്ല ആളായിട്ട് ചെന്നിട്ടു മനുഷ്യവർഗത്തിന് ഗൗരവം കൊടുത്തെങ്കത്തെ നല്ല ധർമ്മമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം. ഇങ്ങ ചൊല്ലുടെ എല്ലാ വാദവും തെറ്റും ചെന്നിട്ടു ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചൊന്നുകൊണ്ടുള്ള ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചൊല്ലുടെ എന്തിനും ചെന്നെങ്കിൽ ആദ്യകാലത്ത് ഏകദൈവ വിശ്വാസം ഇന്നും ചെന്നിട്ടു. പരിശുദ്ധ ഇസ്ലാം പണ്ടേ അത് നമുക്ക് വഴിപാട്ടിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദൈവ വിശ്വാസ പിന്നെ പ്രചാരാക്കിയങ്കത്തെ ആളായിട്ട് പിന്നെയാണ് കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്തോ സാഹചര്യത്തെ അടിമപ്പെട്ടിട്ട് കുറെ ആൾമാരുള്ള ശിർക്കയുടെ വർഗത്ത് പോയാറ്. അങ്ങനെ പിന്നെ സുധാരണക്ക് വന്നെങ്കിൽ നേതാവാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആ കാലത്തിൽ കുറെ ആൾമാർ ബഹുദൈവ വിശ്വാസത്തിൽ പോയാറ്. പരിശുദ്ധ ഖുർആൻ ചൊന്നു കാനന്നാസ് ഉമ്മത്തം വാഹിദ മനുഷ്യന്മാരെല്ലാം ഒരേ സമൂഹമായിട്ട് ഇന്നാറ്, ഒരേ പ്രകൃതിയുടെ മേലിൽ അങ്ങ് ഇന്നാറ്. പിന്നെയാണ് അങ്ങ് ഭിന്നിച്ചേഞ്ച് ചെന്നിട്ടു പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമായ ചരിത്രം നമുക്ക് പടിപ്പാട്ടിക്കൊണ്ടുണ്ട്. അപ്പൊ ഏതായാലും മിക്കട്ട് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പടിപ്പാട്ടിരെ മനുഷ്യന്മാർ അങ്ങനെ ഉൽപ്പത്തി മുതൽ അങ്ങ് ജനിക്കുമ്പമേ നല്ല സ്വച്ഛമായ പ്രകൃതിയിൽ ഇന്നാറ്. അത് ഇണ്ട് ജനിക്കിടങ്കത്തെ കിടാവും ആദ്യത്തെ ഒന്നാമത്തെ
ಮನುಷ್ಯ ಉಲ್ಭವത്തിലും ಆ ಮನುಷ್ಯರ ಪ್ರಕೃತಿ ಬಾರಿ ಶುದ್ಧ ಆಯ್ತಿಂತು, ಸ್ವಚ್ಛ ಆಯ್ತಿಂತು. ಆ ಪ್ರಕೃತಿಗೆ ಎಣಂಗಡಂಕೆತ್ತ ಧರ್ಮ, ಆ ധർമ്മത്തെ വിശ്വാസ ആയിട്ടിക്കട് ഏകദൈവ വിശ്വാസ 14 ശതമാനായിട്ട് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പാട്ടിങ്കത്തെ ഒരു സുന്ദരമായ തത്വ ഇതായിട്ടിക്കട്. ഇമാം ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി മനുഷ്യന്മാരെ 3 രൂപത്തിൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്മാരെ പ്രകൃതി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് 3 രൂപത്തിൽ അയാൾ വിഭജനാക്കട്. ഒന്ന് ഭൗതിക ആയങ്കത്തെ, കണ്ണുക കാണങ്കത്തെ കാര്യം മാത്ര അതിരെ ചിന്തിച്ചിട്ട് അതിരെ മാತ್ರ നോക്കി വിശ്വസിക്കടങ്കത്തെ ഒന്നാമത്തെ വിഭാഗ. രണ്ടാമത് ಅದರ ಅಪ್ಪುರ ആത്മീയമായിട്ട് ചിന്തിക്കടങ്കത്തെ രണ്ടാമത്തെ വിഭാഗ. മൂന്നാമതായിട്ട് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ മനുഷ്യരുടെ പ്രകൃതിയെ തൊട്ട് മുക്തായിട്ട് അങ്ങ മലക്കുങ്ങളെ പ്രകൃതിക്ക് ചിലപ്പോൾ എന്തായി പോണ്ടാറ്, ഉയർന്നു പോണ്ടാറ്. അങ്ങനത്തെ മൂന്നാമത്തെ വിഭാഗത്തെ ഇമാം ഇബ്നു ഖൽദൂൻ വിവരിച്ചുകൊണ്ടുണ്ട്. അപ്പൊ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ പെട്ടങ്കത്തെ ആൾമാരായിട്ട് അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഏതായാലും മനുഷ്യരുടെ പ്രകൃതി ശുദ്ധാണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പാട്ടിക്കൊണ്ടുള്ളത്. അപ്പൊ മനുഷ്യന്മാരെ സ്വച്ഛ പ്രകൃതിയുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിച്ചെങ്കത്തെ ആൾമാരായിട്ട് അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം. പിന്നെ ഉള്ളെങ്കത്തെ ഔലിയാ ഓരോ ഗ്രേഡല്ലേക്കിട്. അപ്പോ ആ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങായിട്ട് ഈ ഹദീസ് നമുക്ക് പ്രഖ്യാപനാക്കിക്കൊണ്ടുള്ള കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി, ഏത് കിടാവും ജനിക്കുമ്പോ സ്വച്ഛ പ്രകൃതിയിൽ ജനിക്കട് അഥവാ ഏകദൈവ വിശ്വാസത്തെ സ്വീകരിക്കുക പാകമുള്ളെങ്കത്തെ രൂപത്തിൽ ജനിക്കട്. ഇസ്ലാം ചൊല്ലത് ഒരു പ്രകൃതി ധർമ്മമായിട്ടിക്കട്. അതുകൊണ്ടായിട്ടിക്കട് ഇസ്ലാമുകു പ്രകൃതി അഥവാ ഫിത്രത്തും ചൊന്നിട്ട് പരിശുദ്ധ ഖുർആനിലും അതുപോലെ ഹദീസിലും നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. സത്യ വിശ്വാസ ആക്കിയിട്ട് നല്ലത് പ്രവർത്തിക്കേണ്ടായിട്ടിക്കട് ഇസ്ലാമിടെ നമുക്ക് ഷോർട്ടായിട്ട് ചൊല്ലുക സാധ്യമാവുക. അങ്ങനെ ചൊല്ല. അപ്പൊ ഓരോ മനുഷ്യരുടെ പ്രകൃതിയും ഇതൊക്കെ സന്നദ്ധായിട്ടിക്കട്. ഏതൊരു മനുഷ്യ ജനിക്കുമ്പോഴും ഈ ചൊന്നെങ്കത്തെ നല്ല സന്ദേശ ഇതിനെ സ്വീകരിക്കുക ഏതൊരു മനുഷ്യരുടെ പ്രകൃതി എന്തായിട്ടിക്കട് സന്നദ്ധ തയ്യാറായിട്ടിക്കടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പാട്ടിക്കൊണ്ടുള്ളേ. പരിശുദ്ധ ഖുർആൻ നമുക്ക് അത് ചൊന്നു തന്നുകൊണ്ടുള്ളേ. അപ്പൊ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി അബവാഹു. പിന്നെ അവന്റെ സാഹചര്യം ചിലപ്പോൾ അവന്റെ ജൂതനാക്കട്, നസ്രാനിയാക്കട്, അതുപോലെ അഗ്നി ആരാധിക്കണമെങ്കത്തെ ആളുടെ അവസ്ഥകളിലെ ത്വാട്ടർ. അപ്പൊ മൊത്തത്തിൽ മനുഷ്യ പ്രകൃതി ഏറ്റവും സംശുദ്ധായിട്ടിക്കട്. ആ മനുഷ്യ പ്രകൃതിയെ ആദരിച്ചെങ്കത്തെ, ബഹുമാനിച്ചെങ്കത്തെ, മഹത്വ കൊടുത്തെങ്കത്തെ ധർമ്മമായിട്ടിക്കട് പരിശുദ്ധമായ ഇസ്ലാം. ഏകദൈവ വിശ്വാസമായിട്ടിക്കട് മനുഷ്യരെ പ്രകൃതിക്ക് അണങ്ങടങ്കത്തെ ഏറ്റവും നല്ല വിശ്വാസ, അത് പ്രതിപാദിക്കടങ്കത്തെ ധർമ്മമായിട്ടിക്കട് പരിശുദ്ധമായ ഇസ്ലാം. ആ ഏകദൈവ വിശ്വാസമാണ് ആദ്യകാലത്തിൽ ഇന്നേം ചൊന്നിട്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ചൊന്നുകൊണ്ടുള്ളാറ്. 14 ശതമാനമായിട്ട് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചെങ്കത്തെ ഏറ്റവും നല്ല സന്ദേശവും അതുകൂടിയായിട്ടിക്കട് ഒന്നാമത്തെ മനുഷ്യ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ചെങ്കത്തെ സന്ദേശവും ആ ഏകദൈവ വിശ്വാസമായിട്ടിക്കട്. അതാണ് ഇസ്ലാം വ്യക്തമായിട്ട് ചൊന്നുകൊണ്ടുള്ളത്. അപ്പൊ ഏതായാലും കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രാൻ ചൊല്ലെങ്കത്തെ ഈ ഹദീസിലെ ഒരു ചെറിയ വിശദീകരണമാണ് വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തെ ഹഖീഖത്ത് സത്യാംശം മനസ്സിലാക്കിയിട്ട് നല്ല ആൾമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.